കൂട്ടുകാരെ, എല്ലാവർക്കും ഈസി മാത്സ് ടു സക്സസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ 5-ാം ഭാഗത്ത് എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മറ്റുള്ളവ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം 2 ആർക്കുകളുടെ ചാപങ്ങളുടെ പേരുകൾ പഠിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചിത്രം നോക്കൂ. ഇവിടെ ഞാനൊരു വൃത്തം വരച്ചിട്ടുണ്ട്, സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ കേന്ദ്രം, സെന്റർ ആണ് O. ഞാൻ ഈ സർക്കിളിന് മേലെ ഓരോ ഡോട്ടുകൾ, പോയിന്റുകൾ ഇട്ട് ഒരു കോഡ് ഞാൻ വരയ്ക്കുന്നു. നോക്കൂ, ഇവിടെ 2 പോയിന്റ് കാണാം. അവയ്ക്ക് നമുക്ക് ഒരു പേര് കൊടുക്കാം, എയും ബിയും. അവ യോജിപ്പിച്ച് നമുക്കൊരു കോഡ് വരയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ഈ കോഡ് ഈ വൃത്തത്തെ 2 ഭാഗങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഈ ചെറിയ ആർക്ക് ഉൾപ്പെടുന്ന, ഈ ചെറിയ ചാപം ഉൾപ്പെടുന്ന ഭാഗവും പിന്നെ ഈ വലിയ ചാപം ഉൾപ്പെടുന്ന ഭാഗവും വ്യക്തമായി കാണാൻ നമുക്കതിന് കളർക്ക് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ഗ്രീൻ നിറത്തിലുള്ള ചാപം ആർക്കും വെള്ള നിറത്തിലുള്ള കോഡും ഇവിടെ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഭാഗവും അതുപോലെ ഈ ഭാഗം, ഈ ബ്ലൂ നിറത്തിലുള്ള ചാപവും ആർക്കും ഈ കോഡ് ഉപയോഗിച്ചുള്ള 2ാമത്തെ ഭാഗം. നോക്കൂ, ഇതാണ് ഈ കോഡ് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ 1ാമത്തെ ഭാഗം. അവിടെയുള്ള ചാപമാണ് ഈ പച്ച നിറത്തിലുള്ള ചാപം. 2ാമത്തെ ഭാഗം നോക്കൂ, ഇതാണ് 2ാമത്തെ ഭാഗം. അവിടെയുള്ള ചാപം, വലിയ ചാപമാണ് ഈ നീല നിറത്തിലുള്ള ചാപം. നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് ഈ 2 ഭാഗം കിട്ടിയത്. നമ്മൾ സർക്കിളിന് മേലെ 2 പോയിന്റ് ഇട്ട് ഒരു കോഡ് വരച്ചപ്പോഴല്ലേ. എങ്കിൽ നമുക്കിനി ആ കോഡ് മാറ്റി വെച്ച് ഈ കിട്ടിയ 2 ചാപത്തെ പറ്റി വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ നിറത്തിലുള്ള ഒരു ചെറിയ ആർക്കും, ആർക്ക് എന്ന് വെച്ചാൽ ചാപം എന്നാണ് അർത്ഥം. അപ്പോൾ മലയാളം മീഡിയം കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ ആർക്ക് എന്ന് കേൾക്കുമ്പോൾ ചാപം എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കിട്ടിയ ഈ ഗ്രീൻ നിറത്തിലുള്ള ചെറിയ ആർക്കും ബ്ലൂ നിറത്തിലുള്ള വലിയ ആർക്കും നോക്കൂ, എന്താണ് ഈ ഗ്രീൻ നിറത്തിലുള്ള ആർക്കിന്റെ ചാപത്തിന്റെ പേര്? നമുക്കറിയാം, അതിന്റെ പേര് AB ആണ് അല്ലെ. A മുതൽ B വരെ, Aയും Bയും ഈ ആർക്കിന്റെ എൻഡ് പോയിന്റുകളാണ്, അറ്റത്തുള്ള ബിന്ദുക്കളാണ്, കുത്തുകളാണ്. എന്താണ് വലിയ ആർക്കിന്റെ പേര്? അതിന്റെ പേരും AB എന്ന് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ AB എന്ന ആർക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഇതിൽ ഏത് ആർക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക? ചെറുതാണോ വലുതാണോ? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ആർക്കിന് വ്യക്തമായി തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആശയം ഉപയോഗിക്കുന്നു. എന്താണത്? ഇവിടെ നോക്കൂ, AB എന്നുള്ളത് ഈ ഗ്രീൻ നിറത്തിലുള്ള ആർക്കിന്റെയും ചാപത്തിന്റെയും ബ്ലൂ നിറത്തിലുള്ള ചാപത്തിന്റെയും എൻഡ് പോയിന്റുകളാണ്. എങ്കിൽ ഈ ഗ്രീൻ നിറത്തിലുള്ള ചാപത്തെ വ്യക്തമായി തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ഇടും, ഇവിടെ എവിടെയെങ്കിലും ഒരു ഡോട്ട് ഇടും. എന്നിട്ട് ആ ഡോട്ടിന് ഒരു പേര് കൊടുക്കും. ഇപ്പോൾ നോക്കൂ, ഈ ഗ്രീൻ നിറത്തിലുള്ള ചാപത്തിന്റെ ആർക്കിന്റെ പേരെന്തായി? ആർക്ക് APB അഥവാ ചാപം APB എന്നായി. അപ്പോൾ നമ്മൾ ഇനി AB എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ആർക്കിന്റെ പേര് APB എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഇതിന്റെ പേര്, ഈ ചാപമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. BPA എന്നും പറയാൻ എളുപ്പം APB എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഇവിടെ ഈ വലിയ ചാപത്തിനും നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഇവിടെ ഒരു ഡോട്ട് ഇട്ട്, ഇവിടെ എവിടെയെങ്കിലും ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, AQB എന്നുള്ളതല്ലേ ഈ വലിയ ആർക്കിന്റെ പേര്. ഇങ്ങനെ ഒരു ആർക്കിന് നമ്മൾ പേര് നൽകുമ്പോൾ അതിന്റെ എൻഡ് പോയിന്റുകൾ കൂടാതെ ആ എൻഡ് പോയിന്റിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഡോട്ട് ഇട്ട് അതിനും ഒരു പേര് കൊടുത്ത് എൻഡ് പോയിന്റിലെ അക്ഷരവും ആ പോയിന്റിന്റെ അക്ഷരവും ചേർത്ത് 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആർക്കിന് പേര് നൽകുക. അപ്പോൾ ഇതിന്റെ പേരാണ് ആർക്ക് APB, ഇതിന്റെ പേരാണ് ആർക്ക് AQB. ഓക്കെ. ഇനി ഇതിന്റെ പ്രത്യേക പേരുകൾ കൂടിയുണ്ട് ഈ 2 ആർക്കിന്. എന്താണത്? നോക്കൂ, ഇവിടെ APB എന്നുള്ള ഈ ആർക്കിനെ നമ്മൾ ആർക്ക് എന്ന് മാത്രം വിളിക്കുകയാണെങ്കിൽ അതിന്റെ അതേ എൻഡ് പോയിന്റ് ഉള്ള, അതിന് തൊട്ടടുത്തുള്ള ഈ ആർക്ക് നമ്മൾ എന്താണ് വിളിക്കുക? അതിന്റെ പേരാണ് ആൾട്ടർനേറ്റ് ആർക്ക് അഥവാ മലയാളത്തിലാണെങ്കിൽ മറുചാപം. ഇത് ആർക്കാണെങ്കിൽ ഇത് ആൾട്ടർനേറ്റ് ആർക്ക്, ഇത് ചാപമാണെങ്കിൽ ഇത് മറുചാപം.
അല്ലെങ്കിലോ ഇനി ഇത് ചാവ്, ഇതിനെ ചാവും എന്ന് മാത്രം വിളിക്കുകയാണെങ്കിലോ ഈ വലിയ ആർക്കിനെ, അപ്പോൾ അതിനെ തൊട്ടടുത്തത് എന്ത് വിളിക്കും നമ്മള്? മറുചാപം അഥവാ ആൾട്ടർനേറ്റ് ആർക്ക്. ഒന്നിന് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ആർക്കിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രത്യേക പേരിട്ട് വിളിക്കും. എന്താണ് പേര്? ആൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപം. ആൾട്ടർനേറ്റ് ആർക്ക് എന്നതിന്റെ മറ്റൊരു പേരാണ് കോംപ്ലിമെന്ററി ആർക്ക് എന്നും പറയാം. അതുപോലെ മറുചാപത്തിന്റെ മറ്റൊരു പേരാണ് പൂരക ചാപം. നമുക്ക് മലയാളം കിട്ടിയാലോ? നോക്കൂ, ഈ ഗ്രീൻ നിറത്തിലുള്ള ഈ ചാപത്തിന്റെ പേര് ആർക്ക് എന്നാണ് ഞാൻ വിളിച്ചത്. വെറും ആർക്ക് എന്ന് മാത്രം, ചാപം എന്ന് മാത്രം എന്നാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ താഴെ നോക്കൂ, ഇതിന്റെ പേരെന്താണ്? ആൾട്ടർനേറ്റ് ആർക്ക്. കോംപ്ലിമെന്ററി ആർക്ക് എന്ന് വിളിക്കുക, മലയാളത്തിൽ മറുചാപം എന്നോ പൂരക ചാപം എന്നോ വിളിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയുക, മറുചാപം എന്നാണ് പറയുക. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നോക്കൂ. അപ്പോൾ ഇതിന്റെ പേര് നമ്മൾ ആർക്ക് എന്ന് വിളിച്ചാൽ ഇത് ആൾട്ടർനേറ്റ് ആർക്ക്. ഇനി ഇത് ആർക്ക് എന്ന് വിളിച്ചാലോ ഇതിനെ, അപ്പോൾ ഇത് alternate arc. നമുക്കൊന്ന് എഴുതി വെച്ചേക്കാം. സപ്പോസ് ഹിയർ വൺ ആർക്ക് ഈസ് APB. ഒരു ആർക്ക് നമ്മൾ APB എന്ന് വിളിച്ചു. ദെൻ ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക് എങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണ് ആര്? AQB. AQBന്റെ പേരാണ് ആൾട്ടർനേറ്റ് ആർക്ക്. ആൻഡ് വൈസ് വേഴ്സ. തിരിച്ചും പറയാം, ഇത് ആർക്കാണെങ്കിൽ ഇത് ആൾട്ടർനേറ്റ് ആർക്ക്. ഓക്കെ. ഇനി എന്താണ് ഈ രണ്ട് ആർക്കിന്റെയും ആൾട്ടർനേറ്റ് ആർക്കിന്റെയും പ്രത്യേകത? നോക്കൂ, ഈ ഗ്രീൻ ആർക്കും ഈ ബ്ലൂ ആർക്കും ചേരുമ്പോൾ നമുക്കൊരു ഫുൾ വൃത്തം, സർക്കിൾ കിട്ടുന്നില്ലേ? എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, an arc and its complementary arc together make a circle. ഒരു ആർക്കും അതിന്റെ കോംപ്ലിമെന്ററി ആർക്കും ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും. ഒരു ചാപവും അതിന്റെ മറുചാപവും, മറുഭാഗത്തുള്ള ചാപമാണ് മറുചാപവും കൂടി ചേർന്നാൽ ഒരു വൃത്തമാകും. അപ്പോൾ ഇത്രയും കാര്യം പഠിക്കുക. ഒരു ആർക്കിനെ ആർക്ക് എന്ന് മാത്രം വിളിക്കുകയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എന്തായിരിക്കും? കോംപ്ലിമെന്ററി ആർക്ക് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക്. ഇത് ചാപമാണെങ്കിൽ ഇത് മറുചാപം തിരിച്ചും പറയാം. ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഭാഗത്തെ അല്ലെങ്കിൽ ഈ പാഠത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നോക്കൂ, നമുക്ക് ആദ്യം ഈ ചെറിയ ആർക്ക് ഒന്ന് എടുക്കാം. ഈ ചെറിയ ആർക്ക് പ്രധാനപ്പെട്ട 3 ആംഗിളുകൾ, കോണുകൾ ഈ വൃത്തത്തിന്റെ സർക്കിളിന്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് APB എന്ന ഈ ചെറിയ ആർക്ക്, ചെറുതായാലും വലുതായാലും വൃത്തത്തിനകത്തുള്ള ഒരു ആർക്ക് 3 കോണുകൾ, ആംഗിളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഭാഗത്ത് പാർട്ട് 5 പ്രധാനമായും പഠിക്കുന്നത്. എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. APB എന്ന ഈ ആർക്കിന്റെ എൻ പോയിന്റുകളാണല്ലോ എയും ബിയും. നമുക്ക് എന്ത് ചെയ്യാം? എയിൽ നിന്നും സെന്ററായ ഓയിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം, ഇവിടെ ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ ഒരു ആംഗിൾ, കോൺ കിട്ടുമല്ലോ. നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടി, കോൺ കിട്ടി. എങ്ങനെയാണ് ഈ ആംഗിൾ നമ്മൾ ഉണ്ടാക്കിയത്? നമ്മൾ ഉണ്ടാക്കിയത് APB എന്ന ആർക്കിന്റെ 2 എൻ പോയിന്റിൽ നിന്നും നേരെ സെന്ററിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ സെന്ററിൽ, സർക്കിളിന്റെ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഒരു കോൺ കിട്ടി, ഒരു ആംഗിൾ കിട്ടി. ഇത് വൃത്തത്തിന്റെ സെന്റർ ആംഗിൾ എന്നാണ് നമ്മൾ പറയാ, കേന്ദ്ര കോൺ. അപ്പോൾ ഈ കേന്ദ്ര കോൺ ഉണ്ടാക്കിയത് ആരാണ്? ഈ ഗ്രീൻ നിറത്തിലുള്ള ചാപമാണ് അതിന്റെ എൻ പോയിന്റ് സെന്ററിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആംഗിൾ കോൺ ഉണ്ടാക്കിയത്. ഇത് കൂടാതെ ഈ ഗ്രീൻ നിറത്തിലുള്ള ആർക്ക് ചാവ് എന്ത് ചെയ്യുന്നു? അതിന്റെ കോംപ്ലിമെന്ററി അഥവാ ആൾട്ടർനേറ്റ് ആയ ആൾട്ടർനേറ്റ് ആർക്കിലും, അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ എൻ പോയിന്റ് ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ടും ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നോക്കൂ, കണ്ടോ? ഇപ്പോൾ ഈ ഗ്രീൻ നിറത്തിലുള്ള ഈ ആർക്ക് സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. പിന്നെയോ ആ ഗ്രീൻ നിറത്തിലുള്ള ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലും ഒരു ആംഗിൾ ഉണ്ടാക്കി, അല്ലെ? APB എന്ന ആർക്കിന്റെ എൻ പോയിന്റുകൾ സെന്ററിലേക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് ഈ ആംഗിൾ കിട്ടിയത്. അതേ എൻ പോയിന്റുകൾ അതിന്റെ കോംപ്ലിമെന്ററി അഥവാ ആൾട്ടർനേറ്റ് ആർക്കിലേക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് ഈ ആംഗിൾ കിട്ടിയത്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ ആംഗിളും ഈ സെൻട്രൽ ആംഗിളും കോംപ്ലിമെന്ററി അഥവാ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ഈ ആംഗിൾ തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ, ബന്ധമുണ്ട്.
അതാണ് അഞ്ചാമത്തെ ഭാഗമായ ഇവിടെ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം ഇതിനേക്കാളും വലുതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്തായിരിക്കും ഇവ തമ്മിലുള്ള ബന്ധം? ഇത്രയേ ഉള്ളൂ. ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും കോംപ്ലിമെന്ററി അഥവാ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ഈ ആംഗിളിന്റെ വാല്യൂ. എന്ന് വെച്ചാൽ ഒരു സർക്കിളിലെ ഒരു ആർക്ക് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും അതേ ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ വില. എന്ന് വെച്ചാൽ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവിന്റെ പകുതിയായിരിക്കും അതേ ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയ ഈ കോണിന്റെ അളവ്. അപ്പോൾ അതിനുള്ള റിലേഷൻ ഇവിടെ എത്രയാണോ അതിന്റെ പകുതിയാണ് ഇവിടെ. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ പകുതിയായിരിക്കും. ഇക്കാര്യം നമുക്കൊന്ന് തെളിയിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം അതിന് ഇങ്ങോട്ടൊരു വര വരക്കാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കിട്ടിയതായി കാണാം. ഈ ട്രയാങ്കിളിന്റെ പേരെന്താണ്? AOQ. ഇതാണ് ഈ ട്രയാങ്കിളിന്റെ പേര്. ഈ ട്രയാങ്കിളിന്റെ പേരോ BOQ. BOQ എന്നാണ് ഈ ട്രയാങ്കിളിന്റെ പേര്. ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇതിനും അതേ പ്രത്യേകത. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ നോക്കാം. എന്താണ് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത? ഈ ട്രയാങ്കിളിന്റെ OA എന്ന സൈഡ് നോക്കൂ, അതുപോലെ തന്നെ OQ എന്ന സൈഡും, ഈ 2 സൈഡും ഈക്വൽ ആണ്. എന്താണ് കാരണം? കാരണം OA എന്നുള്ളതും OQ എന്നുള്ളതും ഈ സർക്കിളിന്റെ റേഡിയസ് ആരമാണ് അല്ലേ? അപ്പോൾ ഇതും ഇതും ഒരേ നീളമുള്ളതായതിനാൽ ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ് 2 വശങ്ങൾ തുല്യമായി. ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൽ പേരുണ്ടല്ലോ. എന്താണ് ആ പേര്? നമുക്കറിയാം, അതിന്റെ പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ നമ്മൾ AOQ എന്ന ത്രികോണം എടുക്കുന്നു. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ബിക്കോസ് കാരണം എന്താ? സൈഡ്സ് OA ഈക്വൽ ടു OQ. OAയും OQയും ഈക്വൽ ആണ്. കാരണം വശങ്ങൾ OA സമം OQ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിള്, ഈ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണ്. കാരണം നമ്മൾ വ്യക്തമായി എഴുതി വെച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന്, ഒരു ത്രികോണം സമപാർശ്വ ത്രികോണമാണെങ്കിൽ അത് 2 സൈഡ് ഈക്വൽ ആണല്ലോ, എങ്കിൽ അതിന് 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയായിരിക്കും ആ ആംഗിള്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ അവക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ നോക്കൂ. OA എന്ന സൈഡ് എടുക്കൂ, അതിന് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഈ യെല്ലോ ആണ് അല്ലെ, ഈ യെല്ലോ. ഇനി OQ എന്ന സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ ആണ്, ആംഗിൾ A. ഈ ആംഗിളും ഈ യെല്ലോ കളറുള്ള ഈ കഷ്ണം മുറിഞ്ഞെടുക്കുന്ന യെല്ലോ കളറുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം. ഇങ്ങനെ ഒരു ട്രയാംഗിളിലെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ അല്ലാത്ത സൈഡ് ഇതല്ലേ, അതിന്റെ മേലുള്ള ആംഗിൾ ആണ് ഒന്ന് ഈ ആംഗിൾ കോണ്, ഈ കോണ്, പിന്നെ ഈ കോണും. അത് തുല്യമായിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? ഞാൻ ഇതിനെ വ്യക്തമായിട്ട് വേറെ കളർ കൊണ്ട് അടയാളപ്പെടുത്തി. അപ്പോൾ ഇതേ അളവ് എനിക്ക് ഇവിടെ നോക്കാം. ഇത് തൽക്കാലം ഞാൻ X എന്ന് വിളിച്ചു. അളവ് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇതിന്റെ അളവിനെ ഞാൻ X എന്ന് വിളിച്ചു. എങ്കിൽ നമുക്ക് പറയാം ഇതേ മെഷർ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിന്റെ അതേ നീളം ഇവിടെയും ഉള്ളത് കൊണ്ട് OA ഈക്വൽ ടു OQ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 2 ഈക്വൽ ആണ്. അപ്പൊ ഇത് X ആക്കി എടുത്തത് എന്തായിരിക്കും? അതും X തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, എങ്കിൽ ഇതൊരു ത്രികോണമാണ് നമുക്കറിയാം. ഇതില് ഒരു ആംഗിൾ X, ഇത് X. എങ്കിൽ മൂന്നാമത്തെ ആംഗിൾ അല്ലേ ഈ കാണുന്നത്? AOQ. ഈ ആംഗിളിന്റെ മെഷർ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ട്രയാംഗിളിലെ 3 കോണുകളും കൂട്ടിയാൽ 180 അല്ലേ? എങ്കിൽ ഇവിടെ 2 കോൺ നമുക്കറിയാം, ഒന്ന് X മറ്റൊരു X നമ്മൾ എടുത്തതാണ്. എങ്കിൽ ആ X വെച്ച് മൂന്നാമത്തെ കോൺ നമ്മൾ എങ്ങനെ കാണും? ഇങ്ങനെ കണ്ടാൽ മതി. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. 180 എന്നും അറിയുന്ന 2 കോണുകൾ കുറയ്ക്കുക. കാരണം ആകെ 3 കോണുകളും കൂട്ടിയാൽ 180. അതിൽ ഇതിനെ X എന്ന് വിളിച്ചു, ഇതിനെ X എന്ന് വിളിച്ചു. എങ്കിൽ മൂന്നാമത്തെ കോണാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ 180 അല്ലേ? അതിലൊന്നും ഈ X ഒഴിവാക്കണം,
ഈ എക്സും ഒഴിവാക്കണം. അപ്പോൾ 2 പ്രാവശ്യം എക്സ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് എഴുതി 2x എന്ന് എഴുതി മൈനസ് ഇട്ടു. അപ്പോൾ ഇത് എക്സും ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് 2x. അതേ കാര്യങ്ങൾ ഇവിടെയും ചെയ്യാം. നോക്കൂ, ഇതും ഒരു ഐസോസ് ട്രയാങ്കിൾ ആണ്. പക്ഷെ ഇത് നമുക്ക് എഴുതി വെച്ചാലോ? ഇങ്ങനെ എഴുതി വെക്കാം. ആംഗിൾ OQA ഇതാണ് ഈക്വൽ ടു OAQ. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ഞാൻ എഴുതി വെച്ചു. എക്സ് വെച്ച് എഴുതിച്ചു, പിന്നെ അതിന്റെ പേര് വെച്ച് എഴുതി. ഈസ് ഈക്വൽ ടു അതിനെന്ത് കൊടുത്തു? രണ്ടിന്റെയും വാല്യൂ ഞാൻ എക്സ് ഇതും എക്സ് ആക്കി കൊടുത്തു. എങ്കിൽ നോക്കൂ, ആംഗിൾ AOQ ഇതല്ലേ അതെന്ത് കിട്ടും? അത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 180 മൈനസ് എക്സ് രണ്ട് എക്സുകൾ കുറയ്ക്കണം. 180 മൈനസ് എക്സ് ടോട്ടൽ എന്താവും? 180 മൈനസ് 2x. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഇവിടെ അടയാളപ്പെടുത്തിയ കാര്യം ഇവിടെ എഴുതി വെച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി ട്രയാങ്കിൾ എടുക്കാം. കൺസിഡർ ട്രയാങ്കിൾ BOQ. ഈ ട്രയാങ്കിൾ നോക്കൂ, ഇതും ഐസോസസ് ആണ്, അതും ഐസോസസ് ട്രയാങ്കിൾ ആണ്. ഇറ്റ് ഈസ് ആൻ ഐസോസസ് ട്രയാങ്കിൾ. ഇതും ഒരു ഐസോസ് ട്രയാങ്കിൾ ആണ്. കാരണം അതിന്റെ രണ്ട് വശങ്ങൾ OB എന്നുള്ളതും OQ എന്നുള്ളതും ഈക്വൽ ആണ്. നേരത്തെ പറഞ്ഞതേ കാരണം തന്നെ പേരുകൾ മാത്രം മാറി. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി കളർ കൊടുത്തിട്ട് നമുക്ക് അതിനൊരു വേറെ പേര് വിളിക്കാം, Y. കാരണം എന്താ? ഈ വാല്യൂ സെയിം ആവണമെന്നൊന്നുമില്ല. ഇത് വേറെ വാല്യൂ, ഇത് വേറെ വാല്യൂ, ഇതിൽ വില വേറെ, ഇതിൽ വില വേറെ. അപ്പൊ ഇത് Y എന്ന് കൊടുത്തു. എങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കില്ല ഇവിടെ പറഞ്ഞ പ്രകാരം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്തിട്ട് അവിടെയും Y എന്ന് കൊടുക്കാം. എങ്കിൽ ഇത് വൈയും ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇത് പ്രകാരം ഇങ്ങനെ എഴുതി വെക്കാം. നോക്കൂ, 180 മൈനസ് 2y. ഇതേ മെത്തേഡ്. ആകെ 180, ഇതും കൂടി കൂട്ടിയാൽ 3 ആംഗിൾ കൂട്ടിയാൽ 180. എങ്കിൽ ഇതും y ആണെങ്കിൽ 180 എന്നും 2 പ്രാവശ്യം y കുറച്ചാൽ മൂന്നാമത്തെ കോൺ ആംഗിൾ കിട്ടും. നമുക്ക് എഴുതി വെക്കാം. ആംഗിൾ OQB ഈ ആംഗിൾ ആണ് ഉദ്ദേശിച്ചത്, y ആണ്. അതും പിന്നെയോ OBQ ഇതും അതും y ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ y ആണ് എഴുതി വെക്കാം. ഇതേ സ്റ്റെപ്പ്. എക്സിന് വരും y ആയിരുന്നു മാത്രം. എങ്കിൽ ഇതിന്റെ പേരെന്താണ്? ഈ ആംഗിളിന്റെ പേര്, ഈ ഗ്രീൻ ആംഗിളിന്റെ പേരെന്താണ്? BOQ. അതെന്താ വരാ? ആംഗിൾ BOQ എന്ത് വരും? 180 മൈനസ് 2 പ്രാവശ്യം y മൈനസ് ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ 180 മൈനസ് 2. അപ്പോൾ ഇത് 180 മൈനസ് 2x, ഇത് 180 മൈനസ് 2y. എങ്കിൽ ഇതെന്തായിരിക്കും? ഈ വൈറ്റ് ആംഗിൾ കോൺ എന്തായിരിക്കും? എത്രയായിരിക്കും? നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, ആംഗിൾ AOB ഇതാണ്. ഈ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ ഉദ്ദേശിച്ച നേരത്തെ നമ്മൾ കണ്ട ആംഗിൾ. ഇതെങ്ങനെ കിട്ടാം? നമുക്കറിയാം. നോക്കൂ, ഒരു പോയിന്റിന് ചുറ്റും ഇവിടെ 3 കോണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഒരു വെള്ള കോണ്, വൈറ്റ് ആംഗിള്, ഒന്ന് ഒരു മങ്ങിയ നിറത്തിലുള്ള ഗ്രേ കളറുള്ള ഒരു ആംഗിള്, ഒന്ന് ഗ്രീൻ ആംഗിള്. ഒരു പോയിന്റിന് ചുറ്റും ഇവിടെ 3 ആംഗിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഒരു പോയിന്റിന് ചുറ്റും 3 ആംഗിളോ 4 ആംഗിളോ എത്ര ആംഗിളും ഉണ്ടാവട്ടെ, ആ ആംഗിളുകളെല്ലാം കൂട്ടിയാൽ അതിന്റെ മൊത്തം ആൻസർ, മൊത്തം കോണുകളുടെ തുക എത്രയായിരിക്കും? അത് 360 ആയിരിക്കും, അല്ലേ? എങ്കിൽ നമുക്ക് മനസ്സിലായി, ഈ 3 കോണും കൂട്ടിയാൽ 360 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 ആംഗിൾ ഉണ്ട്. അത് 2 ആംഗിളിലെ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 360 നിന്നും ഈ 2 എണ്ണം മൈനസ് ചെയ്ത് മൂന്നാമത്തെ ഈ അറിയാത്ത ആംഗിളിലെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കൂ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആംഗിൾ AOB ഈ വൈറ്റ് ആംഗിൾ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെ കാണാം? ഈക്വൽ ടു 360. ആകെ 3 കൂടി കൂട്ടുക 360 മൈനസ് ഇത് മൈനസ് ചെയ്യണം, ഇത് മൈനസ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. മൈനസ് ചെയ്യണം. ആദ്യത്തേത് 180 മൈനസ് 2x ഇത് എഴുതി വെച്ചു. പിന്നെ പ്ലസ്, കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് അതിന്റെ ടോട്ടൽ ആൻസർ ആണ് 360 നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ 180 മൈനസ് 2x എന്ന് എഴുതി, പ്ലസ് ഇട്ടു, പിന്നെ 180 മൈനസ് 2y എന്ന് എഴുതി. ഓക്കെ, ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 360 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഇട്ടു, ഇനി 180 ആഡ് ചെയ്ത് 360 എന്ന് എഴുതാം. പിന്നെ മൈനസ് 2xും മൈനസ് 2yയും ബ്രാക്കറ്റിനകത്ത് അതുപോലെ എഴുതാം. ഇത് രണ്ടും ആഡ് ചെയ്തു, 360 എന്ന് എഴുതി, മൈനസ് 2x അങ്ങനെ തന്നെ എഴുതി, മൈനസ് 2y മാറ്റമില്ലാതെ അതുപോലെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൈനസ് ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഓരോ ടേമിനും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ചിഹ്നം മാറ്റുന്നു. എങ്ങനെ നോക്കാം? ഈക്വൽ ടു 360. നമ്മൾ ആദ്യം ഈ മൈനസ് ഇതിന് കൊടുക്കാം. ഇത് പ്ലസ് ആണല്ലോ, ഇവിടെ ചിഹ്നം പ്ലസ് ആണല്ലോ, അതുകൊണ്ട് മൈനസ് കൊടുക്കുമ്പോൾ അത് മൈനസ് 360 ആയി മാറും. അതുപോലെ പിന്നെ ഈ മൈനസ് നമ്മൾ
ഈ -2x കൊടുക്കുമ്പോൾ ഈ മൈനസും ചേർന്ന് പ്ലസ് ആവും. അതുപോലെ അതിനുശേഷം ഈ മൈനസ് പിന്നെ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെയും മൈനസ് ഉള്ളത് കൊണ്ട് ഈ മൈനസും നമുക്ക് പ്ലസ് ആക്കി എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, അത് നമുക്കൊന്ന് കാണിക്കാം. ഈ മൈനസും പ്ലസ് ആകും, അതുപോലെ ഈ മൈനസും പ്ലസ് ആകും. ഈ മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് ആകും. നോക്ക്, -360 എന്നാൽ ഈ മൈനസ് പ്ലസ് ആയി, ഈ മൈനസ് പ്ലസ് ആയി. ഓക്കെ, 360 - 360 എന്താ വരാ? 360 കുറച്ചാൽ 0 അല്ലേ? അത് പോയി, കട്ട് ചെയ്തു. ബാക്കി 2x + 2y ഉണ്ടാവും. 2x + 2y നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെറുതാക്കി എഴുതാം. രണ്ട് ഭാഗത്തും 2 ഉള്ളത് കൊണ്ട് 2 പുറത്തെടുത്ത് x-ഉം y-ഉം ബ്രാക്കറ്റിനകത്ത് പ്ലസ് ഇട്ട് എഴുതാം. നോക്കൂ, 2 ബ്രാക്കറ്റിനകത്ത് x + y. ഈ 2 x-നും y-ക്കും ബാധകമാണ് എന്നർത്ഥത്തിൽ ബ്രാക്കറ്റ് പുറത്ത് മുമ്പ് തന്നെ എഴുതി. ഓക്കെ, ഇപ്പോൾ നോക്കൂ, 2 × x + y. ഇതെന്താണ്? ഇത് ആംഗിൾ AOB. ഇതാണ് അല്ലേ? ഇതല്ലേ? ഈ ആംഗിൾ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഈ ആംഗിൾ 2 × x + y എന്നാണ് കിട്ടി. പക്ഷെ x + y എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് x ആണ്, ഇത് y ആണ്. രണ്ടും കൂടി ചേർന്നാൽ x + y ആവും. x കൂട്ടണം y, അത് ടോട്ടൽ ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ എന്ന് വെച്ചാൽ അതെന്താണ്? x + y ആണ്. x-ഉം y-ഉം ചേർന്ന് xy അല്ല, x + y. നോക്കൂ, ആ x + y നേരെ ഡബിൾ ആയിട്ടല്ലേ എവിടെ വന്നത്? x + y 2 ടൈംസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ആൾട്ടർനേറ്റ് ആർക്കിൽ നമ്മൾ ഒരു ആംഗിൾ വരച്ചാൽ അതിന്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും സെൻട്രൽ ആംഗിൾ. അല്ലെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്ത്? ഒരു ആർക്ക് സെന്ററിലും ആംഗിൾ ഉണ്ടാക്കും, ആൾട്ടർനേറ്റ് ആർക്കിലും ആംഗിൾ ഉണ്ടാക്കും. എങ്കിൽ ആ രണ്ട് ആംഗിളും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട വലിയൊരു ബന്ധമുണ്ട്. അത് ഈ പാഠത്തിലെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്താണ് ബന്ധം? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിന്റെ അളവ്. കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോണിന്റെ അളവ്. നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചേക്കാം. Therefore, we understand that angle AQB equal to half. ആംഗിൾ AQB എന്ന ഈ ചെറിയ ആംഗിൾ ഇട്ട് എന്ത് ചെയ്താൽ മതി? ഹാഫ് എടുത്താൽ മതി. ആരുടെ ഹാഫ്? ഇതിന്റെ വരുന്ന ആംഗിൾ AOB. ആംഗിൾ AOB ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ അതിൽ ഹാഫ് എടുത്ത് ഇങ്ങനെ വാല്യൂ കൊടുത്തിട്ട് ഇവിടെ അതിന്റെ വാല്യൂ കൊടുത്ത് ഹാഫ് ആക്കി ഉത്തരം എഴുതണം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ഡെഫിനിഷൻ ഇവിടെ എഴുതി കാണിക്കാം. ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൽ ഒരു ആർക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. എവിടെ? ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക്. അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നു. അതിന്റെ അളവ് എന്താണ്? ഈസ് ഹാഫ്. അതിന്റെ അളവ് ഹാഫ് ആണ്. ആരുടെ? ദ ആംഗിൾ മെയ്ഡ് ബൈ ദി സെന്റർ. സെന്ററിൽ ഉണ്ടാക്കുന്ന അതിന്റെ പകുതിയാണ് ഇവിടെ. ഇതാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിലോ? വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യം നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും കാണുക. ഓക്കെ, ആശയം നമുക്ക് SSLC ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് SSLC ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാവുന്നതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, മറന്നു പോകുന്നത്. ഇനി ഇപ്പോൾ പഠിച്ച അതേ കാര്യം ഒന്ന് നമുക്ക് ഓർത്തു വെക്കാം. എങ്ങനെ? മെയിൻ പോയിന്റ് ടു റിമെമ്പർ. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. AOB എന്നുള്ള ഈ സെന്റർ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും AQB എന്ന ഈ ആംഗിൾ. ഇവിടെ ഞാൻ ചിത്രത്തിൽ ഈ സെൻട്രൽ ആംഗിളിനെ, കേന്ദ്രകോണിനെ, അതിന്റെ അളവിനെ ഞാൻ C എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചത്. എങ്കിൽ സിയുടെ നേരെ ഹാഫ് ആയിരിക്കില്ല ഇത്. അതുകൊണ്ട് അതിനെ C/2 എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. ഇതേ ആശയം വ്യത്യസ്ത ചിത്രങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ വരാറുണ്ട്. അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഇതേ ആശയം തന്നെയാണ് അവിടെ ഉള്ളതെന്ന്. എങ്ങനെയാണ് ചിത്രങ്ങൾ വരിക നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, O എന്ന സെന്ററിന്റെ വലതുവശത്തായിട്ടാണ് QB എന്ന ഈ സൈഡ്, ഈ ആംഗിളിന്റെ ഈ ഒരു ഭാഗം O എന്ന സെന്ററിന്റെ വലതുവശത്താണ്. അതുപോലെ QA എന്നുള്ള ഈ സൈഡ് ഓയുടെ ലെഫ്റ്റ് സൈഡിലാണ്. എന്നാൽ ചിലപ്പോൾ ചിത്രത്തിൽ ഇങ്ങനെ കണ്ടേക്കാം. നോക്കൂ, QB എന്നുള്ള ഈ സൈഡ് ഞാൻ ഇങ്ങനെ ഓയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ആ ഒരു സൈഡ് ഡയമീറ്റർ, വ്യാസമായി മാറുന്നത് കാണാം. നോക്കൂ, ഇപ്പോൾ QB എന്നുള്ളത് ഈ സർക്കിളിന്റെ വ്യാസം, ഡയമീറ്റർ ആണ്. അപ്പോഴും ഇതേ ആശയം തന്നെയാണ് ഇവിടെ ഉള്ളത്.
നോക്കൂ, ഇവിടെ സി ആണെങ്കിൽ ഇവിടെ എന്താണോ അതേ മെഷർ ആയിരിക്കും ഇവിടെ. ആ ചിത്രം നമുക്ക് ഇവിടെ വേറെ കണ്ടാലോ? ഇതാണ് ആ ചിത്രം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഇതേ ആശയം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ചിലപ്പോൾ ഈ ക്യൂ എന്ന പോയിന്റ് ഇങ്ങോട്ട് നീക്കുകയാണെങ്കിലോ, അപ്പോൾ ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഡയമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടുക? QA കിട്ടുക. ഇവിടെയും ഇത് സി ആണെങ്കിൽ ഇത് C/2 തന്നെയാണ്. ആ ചിത്രം നമുക്ക് ഇവിടെ നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഇതേ ആശയം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ചോദ്യത്തിൽ ഈ ചിത്രമായിരിക്കൂല, ഇങ്ങനെയായിരിക്കും ചിത്രം വരിക. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതേ ആശയം തന്നെ ഇവിടെയും ഉണ്ട്. ഇനി മറ്റു രീതിയിലും വരും. എങ്ങനെ? നമ്മൾ ഈ Q എന്ന പോയിന്റ് ഇങ്ങനെ ഉയർത്തുകയാണെങ്കിലോ, ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ ആംഗിളിന്റെ രണ്ട് സൈഡും ഓയുടെ ലെഫ്റ്റിലാണ്. O എന്ന സെന്ററിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, ഇടതുഭാഗത്താണ് QBയും QAയും. അപ്പോഴും ഇത് സി ആണെങ്കിൽ ഇത് C/2 തന്നെയായിരിക്കും. ഇത് മിക്ക കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചിത്രമാണ്. മനസ്സിലാക്കുക, ഈ ആംഗിൾ നമ്മൾ താഴെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. അതാണ് ഈ ചിത്രം. ഇനി ഇതേ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ QA എന്നുള്ള ഈ സൈഡും QB എന്നുള്ള സൈഡും ഈ സെന്ററിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാം. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ചിത്രം കിട്ടും. അവിടെയും ആശയം തന്നെയാണ്. ഇവിടെ സി ആണെങ്കിൽ ഇവിടെ എന്താണ് മെഷർ? അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടി ഇവിടെ കാണാം. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ഇതേ ആശയം, ഈ ആശയം ഇങ്ങനെ 4 വ്യത്യസ്ത രൂപത്തിൽ വരും. ടെക്സ്റ്റ് ചിലപ്പോൾ ചോദ്യത്തിൽ ഈ ഒരു ചിത്രമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ഇതായിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നാലും സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആൾട്ടർനേറ്റ് അഥവാ മറുചാപത്തിലെ മെഷർ. ഇത് സി ആണെങ്കിൽ ഇത് C/2, ഇത് 120 ആണ്, ഇത് 60 ആയിരിക്കും. എല്ലാം അങ്ങനെ തന്നെ, മറന്നുപോകാൻ പാടില്ല. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ കാര്യം എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. നമുക്കറിയാം ഇവിടെയുള്ള ഗ്രീൻ നിറത്തിലുള്ള APB എന്ന ആർക്ക് ചാപം കേന്ദ്രത്തിൽ ഒരു ആംഗിൾ കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. കൂടാതെ ഈ നീല നിറത്തിലുള്ള ആൾട്ടർനേറ്റ് ആർക്കിൽ മറുചാപത്തിലും ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവ തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ എന്താണോ മെഷർ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. ഈ രണ്ട് ആംഗിൾ കൂടാതെ APB എന്ന ഈ ആർക്ക് ഒരു ആംഗിൾ കൂടി ഈ സർക്കിളിന്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത് എവിടെയാണ്? അതിങ്ങനെയാണ്. A എന്ന എൻഡ് പോയിന്റിൽ നിന്നും അതേ ആർക്കിലെ P എന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു, AP എന്ന ലൈൻ വരയ്ക്കുന്നു, പിന്നെ BP എന്ന ലൈനും വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ കിട്ടുന്നു. നമുക്ക് വരച്ച് നോക്കാം. അതുപോലെ രണ്ടാമത്തെ ലൈൻ BP വരയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ P എന്ന APB എന്നൊരു ആംഗിൾ കിട്ടി. എന്തായിരിക്കും ഇതിന്റെ മെഷർ? വളരെ എളുപ്പമാണ്. ഇവിടെ അളവ് എന്താണോ അതിന്റെ പകുതിയാണല്ലോ ഇവിടെ എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു അളവ് അറിഞ്ഞാൽ നമുക്ക് ഈ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഇത്രയേ ഉള്ളൂ. ഈ അളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണല്ലോ ഇത്, അത് 180യിൽ നിന്നും കുറച്ചാൽ ഈ ആംഗിൾ കിട്ടും. അതിന്റെ അർത്ഥം ഈ ആംഗിളും ഈ യെല്ലോ നിറത്തിലുള്ള ആംഗിൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവ രണ്ടും കൂട്ടിയാൽ നമുക്ക് 180 ആണ് കിട്ടുക. അത് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഭാഗത്ത് നമ്മൾ ഇത് വിശദമായി പഠിക്കുന്നുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ത്രിഭുജം എന്ന ഭാഗത്ത് ഇക്കാര്യം നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, ഈ ആംഗിളും മാർക്ക് ചെയ്യാം. ഈ ബ്ലൂ നിറത്തിലുള്ള ഈ ആംഗിൾ കോണും ഈ യെല്ലോ നിറത്തിലുള്ള ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താ? ഇവ രണ്ടും കൂട്ടിയാൽ 180 ആയിരിക്കും. എങ്കിൽ ഇതിന്റെ അളവ് C/2 ആണെങ്കിൽ ഇതിന്റെ അളവ് എന്തായിരിക്കും? C/2 180 കുറച്ചത് കിട്ടുമല്ലോ. നമുക്ക് ഇങ്ങനെ കാണിക്കാം. 180 - C/2 ആയിരിക്കും ഈ ആംഗിളിന്റെ അളവ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ ബ്ലൂ നിറത്തിലുള്ള ആംഗിൾ, ഈ വൈറ്റ് നിറത്തിലുള്ള ആംഗിൾ, ഈ യെല്ലോ നിറത്തിലുള്ള ആംഗിൾ, ഇതിൽ ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെ? സി അറിയാമെന്ന് വിചാരിക്കുക. എങ്കിൽ സിയുടെ പകുതി എടുത്താൽ യെല്ലോ കിട്ടൂലേ? ഇനി യെല്ലോ കിട്ടിയാലോ? അത് 180 കുറച്ചാൽ നമുക്ക് എന്ത് ബ്ലൂ ആംഗിൾ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും?
ബാക്കി 2 ആംഗിൾ കിട്ടും. വൈറ്റ് കിട്ടിയാൽ ബ്ലൂവും യെല്ലോയും കിട്ടും. യെല്ലോ കിട്ടിയാൽ ഈ വൈറ്റ് ആംഗിളും ബ്ലൂ ആംഗിളും കിട്ടും. ബ്ലൂ ആംഗിൾ അറിഞ്ഞാൽ 180 കുറച്ചാൽ ഇത് കിട്ടും. ഇതിൽ ഡബിൾ എടുത്താൽ ഇത് കിട്ടും. ഇങ്ങനെ ഇവിടെയുള്ള ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇത്തരം ആശയങ്ങൾ തീർച്ചയായും ഉണ്ടാകും. നമുക്കിനി 4ാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. വളരെ ചെറിയൊരു കാര്യമാണ്. 4ാമത്തെ പ്രധാന പോയിന്റ് നമുക്കറിയാം. ഈ സി എന്ന ആംഗിളിന്റെ പകുതിയാണല്ലോ ഈ യെല്ലോ ആംഗിൾ. എങ്കിൽ ഞാനിവിടെ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിൽ നിന്നും ക്യൂവിലേക്ക് ജോയിൻ ചെയ്തു. ഇവിടെ ആംഗിൾ കിട്ടി. ഇതുപോലെ ഇതേ ആർക്കിൽ മറ്റൊരു പോയിന്റ് ഇട്ട് ഇവിടെ എവിടെയെങ്കിലും പോയിന്റ് ഇട്ട് ഞാൻ ഇതുപോലെ ആംഗിൾ വരക്കുന്നു. നോക്കൂ, ഇവിടെ ഞാൻ എഫ് എന്ന പോയിന്റ് ഇട്ടു. എയും എഫും ജോയിൻ ചെയ്തു, ബിയും എഫും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടി. അതിന്റെയും മെഷർ ഞാൻ C/2 എന്ന് തന്നെയാണ് കാണിച്ചത്. എന്തായിരിക്കും കാരണം? കാരണം നമുക്കറിയാം ആദ്യത്തെ ഈ ആംഗിൾ മറച്ചു വെക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ആംഗിളും ഈ ആംഗിൾ നമ്മുടെ ബന്ധം എന്താണ്? ഇവിടെ പറഞ്ഞ അതേ ബന്ധം തന്നെയാണ്. ഇതിന്റെ ഹാഫ് ആയിരിക്കൂലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണോ ആംഗിൾ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെയും. മാത്രമല്ല അതേ ആർക്കിൽ തന്നെ മറ്റൊരു പോയിന്റ് ഇട്ട് ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചാൽ അതിന്റെ മെഷറും സെയിം ആയിരിക്കും. എല്ലാം ഈ സെൻട്രൽ ആംഗിളിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അതിന് താഴെയുള്ള ഈ ആംഗിളും ഈ ആംഗിളും. ഇനി ഒന്നുകൂടി വരച്ചു നോക്കാം. അപ്പോഴും അതിന് മെഷർ സെയിം ആണ്. കാരണം എന്താ? ഇതിന്റെ ഹാഫ് ആണ്. ഈ ചിത്രം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് വരക്കാണെങ്കിലോ അതിന്റെ മെഷറും ഈ സെൻട്രൽ ആംഗിൾ ഹാഫ് ആയിരിക്കും. ഒന്നുകൂടി വരക്കാണെങ്കിലോ അതിന്റെ മെഷറും ഹാഫ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒരു ആർക്കിൽ നമുക്ക് ഇതുപോലെ 1, 2, 3, 4, 5 എത്ര ആംഗിൾ വേണമെങ്കിലും വരക്കാം. ഈ ആംഗിളൊക്കെ ഞാൻ ഈ ബ്ലൂ ആർക്കിലാണ് വരച്ചത്, നീല നിറത്തിലുള്ള ചാപത്തിലാണ് വരച്ചത്. എങ്കിൽ ഒരു ചാപത്തിൽ നമ്മൾ എത്ര ആംഗിൾ വരച്ചാലും അതെല്ലാം ഈക്വൽ ആവും. കാരണം അതെല്ലാം ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. നമുക്ക് ഒരു ആർക്കിൽ ഒരു ചാപത്തിൽ എത്ര ആംഗിളുകൾ വേണമെങ്കിലും വരയ്ക്കാം. അതിന്റെ മെഷേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ, തുല്യമായിരിക്കും. എങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? ആംഗിൾസ് ഇൻ സെയിം ആർക്ക്, ആംഗിൾസ് ഇൻ സെയിം ആർക്ക് ആർ ഈക്വൽ. എങ്കിൽ ഇക്കാര്യവും തൊട്ടു മുമ്പേ കണ്ട കാര്യം നമുക്ക് ഇങ്ങനെ പറയാം. ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. ഒരു ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഇവിടെ 1, 2, 3, 4, 5 ആർക്കുകളുണ്ട്, 5 ആംഗിളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ APB എന്ന ഈ ഗ്രീൻ ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കായ മറുചാപത്തിൽ, ഈ മറുചാപത്തിൽ 1, 2, 3, 4, 5 അഞ്ചല്ല എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ 5 ആംഗിളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ആംഗിളുകളുടെ മെഷർ എല്ലാം എന്താണ്? ഈക്വൽ ആണ്. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് a pair of angles on an arc and its complementary arc are supplementary. മാത്രമല്ല നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നോക്കാം, ഈ ആംഗിളിന്റെ മെഷറും അതുപോലെ അതിന് നേരെ ആൾട്ടർനേറ്റ് ആർക്കായി ഇതിലെ മെഷറും തമ്മിലുള്ള ബന്ധം ഇതറിഞ്ഞാൽ 180 എന്നത് കുറിച്ചാൽ ഇത് കിട്ടും. ഇതുപോലുള്ള ബന്ധം 180 ആണ്. അതാണ് സപ്ലിമെന്ററി. വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഇതെല്ലാം തുല്യമാണ്. എല്ലാം സിയുടെ പകുതിയാണ്. മാത്രമല്ല ഈ ആംഗിളും ഇവിടെയുള്ള ഏത് ആംഗിളും, ഇതാവട്ടെ ഇത് രണ്ടുമാവട്ടെ, അല്ലെങ്കിൽ ഇതാവട്ടെ ഇത് രണ്ടുമാകട്ടെ, ഇതാകട്ടെ ഇത് രണ്ടുമാകട്ടെ, ഇതിൽ ഏത് രണ്ടെണ്ണം എടുത്താലും അതിന്റെ ആംഗിളുകളെല്ലാം ആഡ് ചെയ്ത് കിട്ടും. അനുപൂരകം, സപ്ലിമെന്ററി. അതിന്റെ അർത്ഥം കൂട്ടിയാൽ 180 കിട്ടും. അതുകൊണ്ട് ഇത് അറിയുകയാണെങ്കിൽ 180 നിന്നും ഇത് കുറച്ചാൽ ഇത് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 5 പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ SSLC എക്സാമിന് തീർച്ചയായും ചോദിച്ചിരിക്കും. ഇതില്ലാത്തൊരു ചോദ്യം വന്നിട്ടില്ല. നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.